നാഥന്റെ ഇണക്കുരുവികൾ ഭാഗം 2. പർദ്ദയും കറുത്ത മുഖാവരണവും ഇട്ട ഷാഹിർ മാമിന്റെ അടുത്ത് അവരെത്തിയതും മാമ അവരെ സ്വീകരിച്ചു. ഫാത്തിമ ഹന എന്ന മോളെക്കുറിച്ച് സുമി ചോദിച്ചതും ഹനയോ മാം ഒന്ന് അന്താളിച്ചു. കല്യാണം കഴിഞ്ഞ് കുട്ടികളില്ലാത്ത എനിക്ക് എൻ്റെ മോളാണ് ഹന. ഏതാനും മാസങ്ങളായിട്ടുള്ളൂ അവളിവിടെ വന്നിട്ട്. മലബാറിലെ പേര് കേട്ട ഡോക്ടേഴ്സ് കുടുംബത്തിലെ കുട്ടിയാണ് അവള്. അവളുടെ ഉപ്പ ഡോക്ടർ അനീഫ, ഉമ്മ ഫാത്തിമ. എൻ്റെ വീടിനടുത്ത് തന്നെയാണ് അവരുടെ വീടും. സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടായ എൻ്റെ കുടുംബത്തിന് ഏക ആശ്രയം അനീഫ് സാർ മാത്രമായിരുന്നു. കല്യാണം കഴിഞ്ഞ വർഷങ്ങളായിട്ടും മക്കളില്ലാത്ത അവര് ദമാമിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം ഉണ്ടായ പൊന്നു മോളാണ് ഹന. ഷാഹിർ മാം ഒന്ന് വിതുമ്പി, ഇത്ത നിങ്ങൾ ആരാണ് എന്നൊന്നും എനിക്കറിയില്ല. ഹനയെക്കുറിച്ച് എനിക്ക് കരയാതെ പറയാനാവില്ല. അവരുടെ ജീവിതത്തിലേക്ക് ഹനമോള് വന്നതിന് ശേഷം താമസം നാട്ടിലേക്ക് മാറ്റി. വളരെ സന്തോഷം നിറഞ്ഞ ജീവിതമായിരുന്നു. അവളുടെ ഉമ്മ ഫാത്തിമയെ എടുത്ത് പറയാതിരിക്കാനാവില്ല. അത്രയും സൽഗുണ സമ്പന്നനായിരുന്നു. പണത്തിന്റെ ആർഭാടത്തിനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിട്ടും ഒരു അന്യനായിട്ടുള്ള ഒരാണ് പോലും ഫാത്തിമയെ കണ്ടിട്ടുണ്ടാവില്ല. അത്രയും സൂക്ഷ്മതയിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണ്. തന്റെ മോളെയും തന്റെ ജീവിതശൈലി പഠിപ്പിക്കണമെന്നത് എപ്പോഴും ഫാത്തിമ പറയുമായിരുന്നു. കുഞ്ഞിലെ ഫാത്തിമ അവൾക്ക് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുജീവിതത്തെക്കുറിച്ച് ഒരുപാട് കഥകൾ മനസ്സിലിട്ട് കൊടുത്തിട്ടുണ്ട്. ബുദ്ധി വെച്ചത് തൊട്ട് തുടങ്ങിയതാ ഹനുമോളുടെ ഒരു വാശി. ഉമ്മച്ചി പറയുന്ന ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം മദീനത്തേക്ക് എനിക്ക് ഇപ്പൊ തന്നെ പോകണമെന്നത്. ആ കാര്യം പറഞ്ഞ് അവൾ എപ്പോഴും വാശി കാണിക്കുമായിരുന്നു. പോവാൻ അനീഫ് സാറിന് ഒരു ഒഴിവ് സമയം കിട്ടാഞ്ഞിട്ടാ മോളുടെ ആഗ്രഹം അങ്ങനെ നീട്ടിവെച്ചത്. ഏതായാലും 15 ദിവസമല്ലേ ലീവ് എടുക്കാമെന്ന് പറഞ്ഞ് ഹനീഫ് സാറും ഫാത്തിമയും ഹനുമോളും ഉംറക്ക് പോകാൻ ഒരുങ്ങിയതാ. ഇത്ര പറഞ്ഞതും ഷാഹിർ മാമ ഒന്ന് വിതുമ്പി. എന്നിട്ട് എന്താ ഉണ്ടായേ? സുമിക്ക് ആശ്ചര്യം കൂടി വന്നു. യാ അല്ലാ, റബ്ബിന്റെ വിധി എന്ന് പറയട്ടെ. ഉംറക്കുള്ള തകൃതിയിലുള്ള ഒരുക്കത്തിലായിരുന്നു അവർ 3 പേരും. ഉംറക്ക് പോകുന്നതിന്റെ 2 നാൾ മുന്നേ രാവിലെ ഫാത്തിമാക്ക് അസഹ്യമായ തലവേദന വന്നു ബോധരഹിതയായി വീണു. ഹനുമോളുടെ ഉമ്മച്ചി എന്ന ആർപ്പ് കേട്ടാണ് ഞാൻ ഓടിച്ചെല്ലുന്നത്. ആ നേരം തന്നെ ഹനീഫ് സാർ ഫാത്തിമയെ താങ്ങിയെടുത്ത് കാറിൽ കിടത്തി ഹോസ്പിറ്റലിൽ പോകാൻ ഒരുങ്ങിയിരുന്നു. പോകുമ്പോൾ ഹനുമോളെ കൂടെ കൂട്ടിയില്ല. എന്റെ കയ്യിൽ തന്നിട്ടാ പോയത്. വേഗം വരാം, കൂടെ നിങ്ങൾ വരേണ്ട ആവശ്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് അതിവേഗതയിൽ എന്റെ കൺമുന്നിൽ നിന്നും പോയതാ. വിതുമ്പുന്ന ഷാഹിർ മാം കാര്യങ്ങൾ പൂർത്തീകരിച്ച് പറയാന് വളരെ ബുദ്ധിമുട്ടി. എന്നിട്ട് എന്താ സംഭവിച്ചത്? ഷാന് അതിശയത്തോടെ ചോദിച്ചു. എന്ത് പറയാനാ മോനെ, ബേജാറായി പോകുന്ന പോക്ക് അല്ലായിരുന്നു അത്. എതിരെ വന്ന ഒരു ലോറിയുടെ മുന്നിലേക്ക് കാറ് പാഞ്ഞു കയറി എന്നാണ് നാട്ടുകാർ പറയുന്നത് കേട്ടത്. ആ പോക്ക് പോയിട്ട് അനീഫ് സാറും ഫാത്തിമയും തിരിച്ചു വരുന്നത് പിറ്റേന്ന് വൈകുന്നേരം പോസ്റ്റ്മോർട്ടം എല്ലാം കഴിഞ്ഞ് വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ടാണ്. അറിയാതെ സുമി കരഞ്ഞുപോയി. മജീദ് കണ്ണു തുടച്ചു. അല്ലാ, എന്തൊരു വിധി. ഫാത്തിമക്കും അനീഫ് സാറിനും ഒരുപാട് കൂട്ടോ കുടുംബോ ഒക്കെയുണ്ട്. എല്ലാവരും വിദേശത്തും അവരുടേതായ തിരക്കിലും ഒക്കെ ആയിരുന്നു. മയ്യത്ത് എടുക്കാനായപ്പോൾ ഏകദേശം ബന്ധുക്കളൊക്കെ നാട്ടിൽ വന്നിരുന്നു. അന്ന് എന്റെ ഷാഹിർ വിതുമ്പി. എന്റെ ഹനുമോള് ആ മയ്യത്തുകൾക്കടുത്ത് നിന്ന് പറഞ്ഞതൊരിക്കലും എനിക്ക് മറക്കാനാവില്ല. മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് പോകണമെന്ന് പറഞ്ഞിട്ട് ഉപ്പച്ചി എന്നെ പറ്റിച്ചെന്ന് ആ മയ്യത്തുകളിൽ പിടിവിടാതെ കരഞ്ഞു തളർന്ന എന്റെ ഹന ഉപ്പച്ചിയെയും ഉമ്മച്ചിയെയും ചലനം മറ്റി കിടക്കുന്ന ആ കുഞ്ഞു മനസ്സിന് താങ്ങാവുന്നതിലപ്പുറമായിരുന്നു. ഷാഹിർ മാമിന്റെ കണ്ണീരിന് അതിരില്ലായിരുന്നു. മാറി നിന്ന് ആശ്വാസം എന്നാണ് ഒന്ന് പൊട്ടിക്കരഞ്ഞു. ഇത്ത മാം വീണ്ടും തുടർന്നു. അനുമോൾക്ക് അവകാശികൾ ഒരുപാടുണ്ട്. പക്ഷേ അവരൊക്കെ വിദേശത്തല്ലായിരുന്നു. കണ്ട് ഇടപഴകിയുള്ള ബന്ധമൊന്നും ഹനുമോളുമായി ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവരൊക്കെയും ഹനുമോളെ കൂടെ കൊണ്ടുപോകാൻ വിളിച്ചപ്പോൾ പോകാൻ കൂട്ടാക്കിയില്ല. ഞാൻ അന്നും ഇടക്കൊക്കെ ഇവിടെ ഓർഫനേജിൽ വന്ന് നിൽക്കാറുണ്ടായിരുന്നു. എന്റെ വീട്ടിൽ വെച്ച് ഹനുമോളെ സംരക്ഷിക്കാനുള്ള വകയില്ലാത്തത് കൊണ്ട് എനിക്ക് തോന്നി അവളെയും കൂട്ടി ഓർഫനേജിൽ സ്ഥിരതാമസമാക്കുന്നത് നന്നാവുമെന്ന്. ഇവിടെ ഒരുപാട് കുട്ടികളില്ലേ അവളെപ്പോലെ, അത് അവൾക്കൊരു കൂട്ടാവും. ഈ കാര്യം ഹനുമോളുടെ അമ്മാവന്മാരുമായി സംസാരിച്ചു, തരപ്പെടുത്തി. പിന്നെ അവൾക്കും ഇഷ്ടം എന്റെ കൂടെ പോരുന്നായിരുന്നു. ചെറുതിലെ എന്നെ കാണുന്നതല്ലേ, ഷാഹിർ പറഞ്ഞു നിർത്തി.
വീണ്ടും തുടർന്നു. അനുമോളുടെ പേരിൽ ഒരുപാട് സമ്പാദ്യങ്ങളുണ്ട്. അവകാശികൾ വേറെ ഉണ്ടെങ്കിലും പണത്തിന് അവർക്ക് ആർക്കും ആവശ്യമില്ലാത്തതുകൊണ്ട് അതൊക്കെ അനുമോൾക്കുള്ളത് തന്നെയാണ്. എന്തുണ്ടായിട്ടെന്താ? അവളുടെ ഉമ്മച്ചിയും ഉപ്പച്ചിയും അവൾക്കില്ലല്ലോ. ഇടയ്ക്ക് ചോദിക്കും അവരെ കുറിച്ച്, എന്തേലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് അവളെ മാറ്റിയെടുക്കും. അങ്ങനെ അനുമോൾ ഇന്ന് എൻ്റെ മോളാണ്. ഫാത്തിമ വളർത്താൻ ആഗ്രഹിച്ച പോലെ തന്നെ അവളെ വളർത്തിയെടുക്കണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ടായിരുന്നു. ഇനിയിപ്പോ നിങ്ങൾ അവളെ, എൻ്റെ ഹനയെ, എൻ്റെ മോളെ കൊണ്ടുപോവുകയാണോ? വിതുമ്പിക്കൊണ്ട് ഷാഹിർ വാക്കുകൾ ഒപ്പിച്ചു. ഫാത്തിമ ആഗ്രഹിച്ച പൊന്നു മോളായി വളർത്താൻ നിങ്ങൾക്ക് കഴിയോ? അവിടെയും ഇവിടെയും കട്ട് ചെയ്ത് മാറ്റിയ ഷഹീന്റെ തലമുടിയിലേക്കും മുട്ടുവരെ ചുരിദാറിന് കൈയുള്ള തലയിലെ തട്ടം പാതിയില്ലാത്ത സുമയെ നോക്കി നിലം തൊടുന്ന തുണിയുമെടുത്ത് നിൽക്കുന്ന മജീദ്ക്കയും ഒന്ന് നോക്കിയിട്ട് ഷാഹിർ സംശയത്തോട് ചോദിച്ചു. കഥകളെല്ലാം കേട്ട് കണ്ണു നിറഞ്ഞു നിൽക്കുന്ന മജീദ്ക്ക ഒറ്റയടിക്ക് പറഞ്ഞു, ഇൻഷാ അല്ലാഹ് അനുമോളെ ഞങ്ങൾക്ക് തരണം, പൊന്നുമോളെ നോക്കിക്കോളാം. അങ്ങനെ അനുമോള് പോവുകയാണ്. അനുമോളെ ഷാഹിറമ്മ കൊണ്ടുപോയി കുളിപ്പിച്ച് പുതിയ ഉടുപ്പണിച്ച് കൊണ്ടുവന്നു. അവളെ കണ്ടതും ഷാനും ഷഹീനും ആ വരാന്തയിൽ വെച്ച് തന്നെ അവളെ ചേർത്ത് പിടിച്ച് വിതുമ്പി. ഞങ്ങൾക്കൊരു കുഞ്ഞനിയത്തി. രണ്ടുപേരും സന്തോഷക്കണ്ണീരിലായിരുന്നു. അനുമോളുടെ മുഖത്ത് സങ്കടഭാവമൊന്നുമില്ല. രണ്ട് ഇക്കാക്കമാരോടും അവർ കുശലം പറയുന്നു. ഷഹീൻ അവളെ പതിയെ പതിയെ കാര്യങ്ങൾ പറഞ്ഞു മനസ്സിലാക്കുന്ന തിരക്കിലാണ്. ഹനു, അവന് സ്നേഹത്തോടെ വിളിച്ചു. നിന്നെ ഞങ്ങള് വീട്ടിലേക്ക് കൊണ്ടുപോവുകയാണ്. അത് കേട്ടപ്പോൾ അനക്ക് വല്ലാത്ത സന്തോഷം. ഇവിടെ നിന്നും വേറെ വീട്ടിലേക്ക് പോവുകയല്ലേ? ആ കുഞ്ഞു മനസ്സിന് അത് വല്ലാത്തൊരു ആഹ്ലാദമായിരുന്നു. ഓഫീസിലെത്തി നിയമപടികളെല്ലാം പൂർത്തിയാക്കി ഫോൺ ചെയ്ത് ഹനയുടെ ഒറ്റ ബന്ധുക്കളുടെ സമ്മതമെല്ലാം മജീദ്ക്ക വാങ്ങിച്ചു. രണ്ട് ഇക്കാക്കമാരുടെയും കൈ പിടിച്ച് നടക്കുന്ന ആ കൊച്ചു മിടുക്കിയെ പിന്നിൽ നിന്ന് ഷാഹിറമ്മ ഒന്ന് നീട്ടി വിളിച്ചു. ഹന! അവളൊന്ന് തിരിഞ്ഞു നോക്കി. ഓടിച്ചെന്ന് മാമിനോട് വളരെ സന്തോഷത്തിൽ ഞാൻ പോവുകയാണെന്ന് പറഞ്ഞപ്പോഴേക്കും ഷാഹിറ നിയന്ത്രണം വിട്ട് പൊട്ടിക്കരഞ്ഞു. ആ പൊന്നുമോളെ നെഞ്ചത്തോട് ചേർത്തു. അനീഫ് സാറ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ടാ പോയത്. ഇന്നിതാ അവള് മറ്റൊരു വീട്ടിൽ അംഗമായി പോകുന്നു. ഇവിടെ നിൽക്കുന്നതിൽ സുഖം അവൾക്ക് ആ വീട്ടിൽ തന്നെ ആയിരിക്കും. അവള് പോയിക്കോട്ടെ. ഷാഹിറ സ്വയം വിതുമ്പിക്കൊണ്ട് സമാധാനിച്ചു. അന പോകാനും അവർ അവളെ കൊണ്ടുപോകാനും തിടുക്കം കൂട്ടി. അവസാനം ഷാഹിറമ്മ കവിളിൽ ഉമ്മ കൊടുത്തിട്ട് പറഞ്ഞു, ഹന, 2 മാസം കഴിഞ്ഞ നിന്റെ 7ാം പിറന്നാളല്ലേ? മാമിനും കൂട്ടുകാർക്കും മിഠായിമായി വരണട്ടോ. മാം എന്തിനാ കരയുന്നേ? ഇൻഷാ അല്ലാഹ് ഞാൻ തീർച്ചയായും വരൂലേ? പൊന്നുമോളുടെ വാക്കില് ഷാഹിറ ആശ്വസിച്ചു. അങ്ങനെ അനീഫ് കയുടെയും ഫാത്തിമയുടെയും പൊന്നോമനയായിരുന്ന ഹന മജീദ് ഖാന്റെയും സുമിയുടെയും പൊന്നുമോളായി മറ്റൊരു ജീവിതത്തിലേക്ക്, ആ ആഡംബര കാറിലേക്ക് അവൾ കാലെടുത്തു വെക്കുമ്പോഴും പിന്നിൽ നിന്ന് ഷാഹിറമാവിന്റെ കൈകൾ നാദിനിലേക്ക് ഉയർന്നു. റബ്ബേ, എന്റെ മോളെ കാക്കണേ, അവൾക്ക് നല്ലത് മാത്രം വരണേ. ഇൻഷാ അല്ലാഹ് കഥയുടെ ബാക്കി ഭാഗം തുടരും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.